Our fourth measure of skewness is calculated using the formula mu3 divided by square root of mu2 cube. mu3 എന്ന് പറയുന്നത് third moment ആണ്. mu2 എന്ന് പറയുന്നത് second moment ആണ്. So far we have studied about three measures: central tendency, dispersion and skewness to describe the characteristics of a frequency distribution. മൂന്ന് മെഷേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആൻഡ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനസ്. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചും ഒരു ഡേറ്റയെ കംപ്ലീറ്റ് ആയിട്ട്, ഒരു ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ we can see three curves and three of them have the same mean. മൂന്ന് കർവ്സിന്റെയും മീൻ സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ they are symmetric. സോ നമുക്ക് പ്രത്യേകിച്ച് സെൻട്രൽ ടെൻഡൻസി ഉപയോഗിച്ചോ ഡിസ്പേർഷൻ ഉപയോഗിച്ചോ സ്ക്യൂനസ് ഉപയോഗിച്ചോ ഒന്നും തന്നെ ഇതിൻ്റെ അകത്തെ മാറ്റങ്ങൾ കാണാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ സീ ദാറ്റ് ദീസ് ത്രീ കർവ്സ് ആർ ഡിഫറെൻറ്റ്. അങ്ങനെയുള്ള കേസുകളിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഫറൻസ് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷറാണ് kurtosis. It's a measure of peakness. All the three curves are symmetrical about the mean and have the same variation. In order to identify a distribution completely, we need one more measure which Professor Carl Pearson called convexity of the curve or its kurtosis. Kurtosis enables us to have an idea about the shape and nature of the hump of a frequency distribution. Or kurtosis is concerned with the flatness or peakness of the frequency curve. അതായത് ഒരു കർവ് എത്രത്തോളം പീക്ഡ് ആണ്, പൊങ്ങിയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ താണാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മെഷറാണ് കർട്ടോസിസ് എന്ന് പറയുന്നത്. ഫ്ലാറ്റുമല്ല പീക്ഡുമല്ല എന്നുണ്ടെങ്കിൽ we say that is a normal curve. ഈ നടുക്ക് കാണുന്ന കർവ് ഒരു നോർമൽ കർവ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ നോർമൽ കർട്ടോസിസ് ആണെന്ന് പറയും. ഓർ we say that curve is called mesokurtic. നോർമൽ കർവിലും കൂടി നിൽക്കുന്ന പീക്ഡ് ആയിട്ട് നിൽക്കുന്ന കർവ് ആണെങ്കിൽ we call it as leptokurtic. And normal കർവിലും താഴ്ന്നു നിൽക്കുന്ന കർവ് ആണെങ്കിൽ we say that is platykurtic. So there are three types of kurtosis: mesokurtic, leptokurtic and platykurtic. And the measure of kurtosis is given by the formula beta 2 is equal to mu 4 divided by mu 2 square. Again, mu 4 denotes the moment, the fourth moment, and mu 2 is the second moment. When this measure of kurtosis is equal to 3, we say our curve is mesokurtic. When the value of beta 2 is greater than 3, we say our curve is leptokurtic. And if it is less than 3, that is platykurtic. അതായത് ബീറ്റ ടുവിൻ്റെ വാല്യൂ കിട്ടുന്നതിനനുസരിച്ച് മെഷർ ഓഫ് കർട്ടോസിസ് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ഏത് കർവ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. 3 ആണ് അവിടുത്തെ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത്. 3 ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ്സ് എ നോർമൽ കർവ് ആൻഡ് ഇറ്റ് ഇസ് മീസോകർട്ടിക്. ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ ലെപ്റ്റോകർട്ടിക് ആവും. ലെസ് ദാൻ 3 ആണ്, 3ലും കുറവാണ് കിട്ടുന്ന മെഷർ എങ്കിൽ വി സേ ദാറ്റ് ഇസ് പ്ലേറ്റികർട്ടിക്. നമ്മൾ ഈ പറഞ്ഞ കോയിഫിഷ്യന്റ് ഓഫ് സ്ക്യൂനസ് അല്ലെങ്കിൽ കർട്ടോസിസ് രണ്ടിലേതാണെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം? മൊമെന്റ്സ് എന്താണെന്നുള്ളത് അറിയണം. സോ rth moment of a set of values is defined as the mean of the rth power of the deviations of those values from their mean. These moments are called moments about mean or central moments. So central moment of order r, നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത് mu r എന്ന സിംബൽ ഉപയോഗിച്ചിട്ടാണ്. mu r is defined as summation x minus x bar whole raised to r divided by n. അതായത് എക്സ് വാല്യൂ സം ആണ് എടുക്കുന്നത്. എന്തിൻ്റെയാണ്? എക്സ് മൈനസ് എക്സ് ബാർ. ഓരോ എക്സ് വാല്യൂസിൽ നിന്നും അവയുടെ അരിത്തമെറ്റിക് മീൻ സബ്ട്രാക്ട് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ആർത്ത് പവർ എടുക്കുന്നു. ആ പവറിൻ്റെ അരിത്തമെറ്റിക് മീൻ സം എടുക്കുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ദാറ്റ് ഈസ് കോൾഡ് സെൻട്രൽ മൊമെന്റ് ഓഫ് ഓർഡർ ആർ.
ഇതൊരു ജനറൽ ടേം ആണ് mu r എന്ന് പറയുന്നത്. ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് എനി മൊമെന്റ്. സോ mu 1 ആണെങ്കിൽ എങ്ങനെ വരും? ഈ ആറിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. ഇവിടെ r വരുന്നത് എവിടെയാണ്? ഈ പവറിലാണ്. സോ mu 1 എന്ത് വരും? summation x minus x bar whole raised to 1 divided by n. x minus x bar whole raised to 1 എന്ന് പറയുന്നത് x minus x bar തന്നെയാണ്. So mu 1 is summation x minus x bar divided by n. mu 2 എന്ത് വരും? പവർ വരുമ്പോൾ ഇവിടെ 2 ആവും. mu 3ക്ക് പവർ 3 ആവും. mu 4 വരുമ്പോൾ പവർ 4 ആവും. ആൻഡ് സോ നോർമലി നമുക്ക് ഈ 4 മൊമെന്റ്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. സോ ഈ 4 മൊമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെക്കാം. Let's do this question. Find first 4 central moments from the values 5, 8, 10, 15 and 12. 5 values കൊടുത്തിട്ടുണ്ട്. അവയുടെ first 4 central moments ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Which means we have to find out mu 1, mu 2, mu 3 and mu 4. ഫോർമുലാസ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി കണ്ടു. സോ അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണ്? എന്തിൻ്റെ സമ്മേഷൻ ആണോ വേണ്ടിയത് ആ ഓരോ കോളംസും വേണം. നമുക്കിവിടെ അറിയാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എക്സ് വാല്യൂസ് ആണ്. സോ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? എല്ലാത്തിനും വേണ്ടിയത് എക്സിനെ അരിത്തമെറ്റിക് മീനുമായിട്ടാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് എക്സ് ബാർ. സോ എക്സ് ബാർ കാണാനായിട്ട് എക്സുകളുടെ സം വേണം. എക്സ് വാല്യൂസ് ആർ 5, 8, 10, 15 and 12. So x bar is equal to summation x divided by n. Individual series ആണ്. സോ ഇതാണ് ഫോർമുല. summation x നിങ്ങൾക്ക് കൂട്ടുമ്പോൾ 5, 13, 23, 38, 50. Summation will be 50 and number of observations is 5. So x bar is equal to 10. x bar നമുക്ക് കിട്ടി. ഇനി 4 മൊമെന്റ്സ് കണ്ടുപിടിക്കണം. അപ്പം 4 പവേഴ്സ് വേണം കണ്ടുപിടിക്കാൻ എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ. സോ ഫസ്റ്റ് വൺ എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ഇസ് 10. അടുത്ത കോളം എന്താണ്? എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് 10 ഹോൾ ക്യൂബ് ആൻഡ് എക്സ് മൈനസ് 10 ഹോൾ റേസ് ടു 4. എന്തുകൊണ്ടാണ്? mu 1 കണ്ടുപിടിക്കാൻ ഇത് വേണം. എക്സ് മൈനസ് 10കളുടെ സം വേണം. mu 2വിന് ഈ കോളത്തിൻ്റെ സം വേണം. mu 3 കണ്ടുപിടിക്കാൻ റേസ് ടു 3യുടെ സം വേണം. mu 4 കണ്ടുപിടിക്കാൻ റേസ് ടു 4ൻ്റെ സം വേണം. സോ എക്സ് മൈനസ് 10 ചെയ്യാൻ എളുപ്പമല്ലേ? 5 മൈനസ് 10 മൈനസ് 5, 8 മൈനസ് 10 മൈനസ് 2, 0, 5, 2. സം ചെയ്ത് നോക്കുക. സം ചെയ്യാനും എളുപ്പമാണ്. മൈനസ് 5 ആൻഡ് പ്ലസ് 5 ഗെറ്റ് ക്യാൻസൽ, മൈനസ് 2 ആൻഡ് പ്ലസ് 2 ഗെറ്റ് ക്യാൻസൽ. സോ സം ഇസ് 0. നെക്സ്റ്റ് വൺ എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് 10 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ഇവയുടെ സ്ക്വയറുകൾ കണ്ടുപിടിച്ചാൽ മതി. മൈനസ് 5 സ്ക്വയർ ഇസ് പ്ലസ് 25. സൈൻ പ്ലസ് ആണ്, അത് ഓർക്കുക. മൈനസ് 2 സ്ക്വയർ 4, 0, 25 and 4. ആഡ് ചെയ്ത് നോക്കുക. 25, 25, 50 and 58. ഹോൾ ക്യൂബ് ആണ് അടുത്തത് വേണ്ടിയത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓരോ വാല്യൂസിൻ്റെയും ക്യൂബ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇവിടെ എക്സ് മൈനസ് 10 ഉണ്ട്, ഇവിടെ സ്ക്വയറും ഉണ്ട്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് 10 ഇൻറ്റു എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ ചെയ്താൽ യു വിൽ ഗെറ്റ് എക്സ് മൈനസ് 10 ഹോൾ ക്യൂബ്. സോ മൈനസ് 5 ഇൻറ്റു 25 മൈനസ് 125, മൈനസ് 2 ഇൻറ്റു 4 മൈനസ് 8, 0, 125 ആൻഡ് 8. എഗെയിൻ ക്യൂബുകളെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ എന്ത് വരും? ക്യാൻസൽ ആയി പോകും. സോ സം ഈസ് 0. എക്സ് മൈനസ് 10 ഹോൾ റേസ് ടു 4. വീണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ വാല്യൂസിൻ്റെയും റേസ് ടു 4 വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഓൾറെഡി നമ്മളിവിടെ എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ കണ്ടിട്ടുണ്ട്. അത് ഓരോന്നിൻ്റെയും സ്ക്വയറുകൾ കണ്ടാലും മതിയാവും. സോ 25 സ്ക്വയർ ഇസ് 625, 4 സ്ക്വയർ 16, 0, 625, 16, 600, 1200, 1250, 1270, 1282. Now we can find what is mu 1. mu 1 formula എന്താണ്? summation x minus x bar whole raised to 1. അത് ഇട്ടാലും ഇല്ലെങ്കിലും സെയിം ആണ്, divided by n.
That is summation x minus x bar നമുക്ക് കിട്ടിക്കഴിഞ്ഞു. That is 0 divided by n എന്ന് പറയുന്ന number of observation ആണ്. n is 5. 0 by 5 again it is 0. Mu 2 summation x minus x bar whole square divided by n. x minus x bar whole square ന്റെ sum എന്ന് പറയുന്നത് 58 ആണ്. 58 divided by 5 which is equal to 11.6. Mu 3 summation x minus x bar whole raised to 3 divided by n which is equal to again 0 by 5 which is equal to 0. Now mu 4 is summation x minus x bar whole raised to 4 divided by n which is equal to 1282 divided by 5. And the answer is 256.4. So these are the first 4 moments.